നമസ്കാരം. തൃശ്ശൂർ കെട്ടികൾക്ക് ഡമ്മിട്ട് പൊട്ടണ പോലെ ഒരു വെട്ടിക്കിട്ട് നമസ്കാരം. ശരി സാറേ, നമസ്കാരമുണ്ട്. ഡയനമോൾക്ക് എൻ്റെ വക $3 സ്പെഷ്യൽ നമസ്കാരം. എന്താ അവിടെ ഒരു സ്പെഷ്യല്? സാറേ, ഞങ്ങൾ 3 ആൺകുട്ടികളാണ്, സഹോദരിമാരില്ല. ഞാനാണ് മൂത്തത്. പപ്പൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കണം, തറവാടിൻ്റെ പാരമ്പര്യം നോക്കണം നോക്കിയപ്പോൾ ഞങ്ങൾ ശ്രമിച്ചു. എനിക്ക് 3 ആൺകുട്ടികളാണ്. അപ്പോൾ പെങ്ങന്മാരില്ല, പെൺമക്കളില്ല എന്നൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ $3 നമസ്കാരം പറഞ്ഞത്. ചെറുപ്പത്തിലേ എനിക്ക് എത്ര ട്രൗസർ തന്നാലും ഞാൻ ആദ്യം പൊളിക്കുന്ന ട്രൗസറിന് മൂടണം. അപ്പോൾ ഒരു കാമുകീനെ നമ്മുടെ യുവന പ്രായത്തിൽ ഒരു പെൺകുട്ടിയെ ലൈനാക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു, നീയാ വെള്ളം മൂടി നോക്കി സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്ന് ഒരു പാട്ട് പാടൂട്ടെ, വേണമെങ്കിൽ ആമ്പിള്ളേർക്ക് എടുക്കാൻ പാട്ട്. മുടി 2 മുടഞ്ഞെങ്കിൽ പ്രേമമുണ്ടെന്നു നിശ്ചയം, അതിലൊന്ന് മുന്നോട്ടിട്ടാൽ എന്നോടാണെന്ന് നിശ്ചയം. കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മ പറയണ, അടുത്ത വീട്ടിൽ ചേച്ചിയോട്, ഈ ചെക്കൻ കല്യാണം കഴിഞ്ഞ പിന്നെ എപ്പോഴും ആ പെണ്ണിൻ്റെ മൂടുണ്ടായി നടക്കും. അത് കഴിഞ്ഞിട്ട് മക്കളുണ്ടായപ്പോൾ ഞാൻ മൂത്ത മോട് പറയും, എന്തെങ്കിലും ജോലി പറഞ്ഞ ഉടനെ പറയും, പപ്പേ ഒരു മൂടില്ല. അത് കഴിഞ്ഞിട്ട് വേറെ മോട് ഞാൻ പറയും, പപ്പേ മൂടൊക്കെ പോയി. ഒരുത്തൻ പറയും, മൂട് വരട്ടെ. ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ ഇതികർത്തവ്യ മൂടനായി നിൽക്കും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ പ്രദേശത്ത് കറണ്ടില്ലാത്ത കാലത്ത് നമ്മുടെ ഒരു കാർന്നരുടെ മൂടാ പോയി. ആ കാര്യമാണ് പറയണേ. അന്നത്തെ കാലത്ത് എങ്ങനെയാ വെച്ചാൽ കാരണന്മാരെ ചാരായ ഷാപ്പിലോ കള്ളി ഷാപ്പിലോ ഒക്കെ കയറിയിട്ട് അല്പം മിനിങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വരിക. മിനിങ്ങാന്ന് സാധനം മനസ്സിലായോ? ഇല്ല. അല്പം മദ്യമൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വീശാന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരിക. പക്ഷേ ഈ കാര്യത്തില് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പരാതിയില്ല. അന്നത്തെ കാലത്ത് ഭാര്യയ്ക്കും പരാതിയില്ല. അമ്മ എന്താ പറയാന്നറിയോ? വാമനെ ഈ കൂലിപ്പണി ചെയ്തിട്ടല്ലേ പറഞ്ഞേ, അപ്പൊ അല്പം സ്വല്പം മേലും കൈയും വേദനയൊക്കെ ഉണ്ടാവും, അതിനല്പം മരുന്നെടുത്തിട്ടാണ് വരിക. അന്ന് മരുന്നെന്ന് പറയുള്ളൂ, മദ്യം എന്ന് പറയില്ല. ഇപ്പൊ എൻ്റെ അമ്മാമ്മ നന്നായിട്ട് മരുന്നടിക്കുന്ന ആളാ. പക്ഷെ ഒറ്റ നിർബന്ധമുള്ളൂ, വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുറിശ് പോകുന്ന പറയുന്നത്. മുറിശ് സാറേ, മുറിശ് എന്നുള്ള വാക്കെന്താ അർത്ഥം അറിയോ? വീര്യം. ദൈവമേ, ഞാൻ ഇത്ര കാലം അന്വേഷിച്ച് നടന്ന അർത്ഥപ്പഞ്ചി കിട്ടി. അത് നമ്മൾ അറിയുന്നവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് സമാധാനമായി, അതിന്റെ അർത്ഥം കിട്ടി. അതുപോലെ തന്നെ ഭാര്യയ്ക്കും പരാതിയില്ല. ഭാര്യ എന്ത് വേണമെന്നല്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് ഭാര്യമാര് അങ്ങനെ തുറന്നു പറയുന്ന കാലം കേട്ടോ. ഭാര്യ പറയും, അങ്ങോട്ട് ഇത്രയും മരുന്നൊക്കെ അടിച്ച് വന്നാലേ ഒരു ഉഷാറൊക്കെ ഉള്ളൂ. സംഭവം ശരിയാണ്. ഇപ്പൊ നമ്മൾ ഈ പടക്കം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും മരുന്ന് കൂടുതൽ പടക്കം ഉണ്ടാക്കി നോക്കിയേ, തീപ്പിടിച്ചു കഴിഞ്ഞാൽ ഏത് പാതിരക്കായാലും കിടന്ന് അങ്ങോട്ട് പൊട്ടും. ഇനി ഞാൻ നമ്മുടെ കാരണത്തിലേക്ക് വരികയാണ്. കാരണം അങ്ങനെ മരുന്നൊക്കെ അടിച്ചിങ്ങനെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. ആ സമയത്താണ് കാരണരുടെ മൂടാ പോയത്. ഒരു പാട്ടുണ്ട്, നാട് തടുക്കാം മൂട് തടുത്തൂടാ പൊന്നാശാനെ, നാട് തടുക്കാം മൂട് തടുത്തൂടാ. ആ മൂടാണ് നഷ്ടപ്പെട്ടത്. നാട് തടുക്കാം, പക്ഷെ മൂട് തടുക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, വീട്ടിൽ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യാന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അറബിക്കടൽ ഇളകി വരുന്നു, അണക്കെട്ട് പൊട്ടുന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷേയില്ല. അപ്പൊ പണ്ട് നമ്മൾ TV-യിൽ ഒരു പരസ്യം വരാറുണ്ട്, ഒരു സ്വർണ്ണക്കടയുടെ. ഞങ്ങളെ വിശ്വാസം ഒരു പണത്തൂക്കം മുന്നിൽ, ഇതൊരു പണത്തൂക്കം എന്നല്ല പിന്നിൽ. കാരണത്തിന് നേരെ തൊട്ടടുത്ത് കണ്ട പറമ്പിലേക്കാണ്ട് കയറി. അന്ന് പറമ്പാണ് ആധാരം, ശൗചാലയങ്ങൾ കുറവാണ്, പെട്രോളിന് വിലയും കുറവാണ്. മനസ്സിലായിണ്ട? ഇപ്പൊ എങ്ങനെയാണ് പെട്രോളിന് വില കൂടി മനസ്സിലായില്ലേ? അങ്ങനെ അദ്ദേഹം നേരെ ചെന്നിരുന്നു. കാര്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇതിന്റെ അടുത്തൊരു സെക്ഷൻ ഉണ്ട്, എന്താ വെച്ചാൽ ക്ലീനിങ്. ഇതെന്ത് ചെയ്യും? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഇലകൾ തടഞ്ഞത്. സമയം രാത്രി ഉണ്ടാ, തപ്പി തടഞ്ഞ് കുറച്ച് ഇലകൾ കയ്യിൽ കിട്ടി. അങ്ങോട്ട് എന്ത് ചെയ്തു? ഈ ഇലകൾ വെച്ചുകൊണ്ട് ഒരു നാച്ചുറൽ ക്ലീനിങ് ആണ് നടത്തി. സായിപ്പ് ചെയ്യുന്നത് തന്നെയല്ലേ, പേപ്പറാണെന്ന് മാത്രം. അങ്ങനെ നടത്തി മൂപ്പര് മെല്ലെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്ക് എന്തോ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇതെന്തോ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം നിക്കക്കളി ഇല്ലാത്ത അവസ്ഥയായപ്പോൾ അദ്ദേഹം വീട്ടിൽ സത്യം പറഞ്ഞു. ഈ നിക്കക്കളി ഇല്ലാണ്ട് വന്ന ആരും സത്യം പറയും. അദ്ദേഹം വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം സഹോദരൻ പറഞ്ഞതേ, ചേട്ടോ ആ ഭാഗത്ത് ആനത്തുമ്പ എന്ന് പറയുന്ന ഇല നിൽക്കുന്നുണ്ട്, ചെടി നിൽക്കുന്നുണ്ട്. ചില നാളിൽ അതിന് ചൊറിയണമെന്നും പറയും. ആ ഇല കൊണ്ടാണ് ചേട്ടൻ ഈ നാച്ചുറൽ ക്ലീനിങ് നടത്തിയത്. അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഈ ഇലകൾക്ക് വേറെ പ്രത്യേകം വെച്ചാൽ ഈ ഇലയമലൊക്കെ കൊച്ചു കൊച്ചു മുള്ളുകളുണ്ട്. ആ മുള്ളുകൾ പെട്ടെന്ന് കാണാൻ പറ്റില്ല. കാരണവര് ഈ ക്ലീനിങ് നടത്തിയ സമയത്ത് ഈ മുള്ളുകളെ കണ്ട് പറ്റി പിടിച്ചു. എവിടെയാണ് ഞാൻ പറയുന്നത്? അങ്ങനെ പക്ഷേ വേറെ സംഭവമുണ്ട്. ഈ മുള്ളുകൾ വെറുതെ ഇരിക്കില്ല. അവരവിടെ ഇരുന്ന് ചില കലാപരിപാടികൾ നടത്തും, പ്രത്യേകിച്ച് ഡാൻസ്. ആദ്യം ഭരതനാട്യം തുടങ്ങും. ആ ഭരതനാട്യം നമ്മളവരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കും. കൈ അടിച്ചിട്ടല്ല, കൈ കൊണ്ട് മാന്തിയിട്ട്. അപ്പോൾ അവർ സ്റ്റെപ്പ് മാറ്റും.
അപ്പം പിന്നെ കുച്ചിപ്പുടി ആവും, കഥക്കാവും, പിന്നെ ഡിസ്കോ ആവും, എന്തിനെ തമിഴൻ്റെ തപ്പാങ്കുത്ത് വരെ കളിക്കും. അങ്ങനെയാണ് സംഭവം. പക്ഷേ ഇതിനെ തുടർന്നുള്ള സംഭവത്തെ പറ്റിയിട്ട് നമ്മുടെ കുടുംബ ചരിത്രത്തിൽ വേറെ ഒന്നും പറയാനില്ല. അതോടുകൂടി കൂടുതലൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ചാക്യാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂട്ട ഔട്ടായ കാര്യത്തെ വെച്ച് ചാക്യാർ പറയും. അപ്പോൾ ചിലർ വിചാരിക്കണ്ടാവും, ഓ നമുക്ക് അങ്ങനെയുള്ള അവസ്ഥയൊന്നും വന്നിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ചാക്യാർ പറയും, അമ്പേ എന്താ കഥ, ഈ സമയത്തെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ വരുന്ന ചില ഭാവാദികളുണ്ട്. ചില ഭാവാദികൾ ഇങ്ങോട്ട് വരും മുഖത്തെ, അല്ലെങ്കിൽ രസങ്ങളും ഒത്തുവരും. ഇതുകൂടാതെ നമ്മുടെ ഒരാളുണ്ടല്ലോ, നമ്മുടെ സരോജ് കുമാറിനെ നവരസം പഠിപ്പിച്ച ഒരു വിദ്വാണ്ടല്ലോ, എന്താ മോളെ പേര് അറിയോ? മോൾക്കറിയോ? പച്ചാളം ബാസി. മിടുക്കി. അപ്പൊ പച്ചാളം ബാസി കണ്ടുപിടിച്ച 3 രസങ്ങൾ വേറെ ഉണ്ട്. ഇത്രേ 3 രസങ്ങൾ. ആ രസങ്ങളും വന്നു പോവും. അതുകൂടാണ്ട് നമ്മളറിയാതെ മുഖത്ത് വരുന്ന ഒരുപാട് രസങ്ങൾ വേറെ ഉണ്ട്. വേറെ ഉണ്ട്. ഇതിനിപ്പം നമ്മൾ കഥകളി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായിണ്ടാ? അത്തരത്തിലുള്ള ഒരുപാട് രസങ്ങൾ ഇങ്ങനെ മുഖത്ത് വന്നി തിളങ്ങി നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഹോ ഇപ്പോൾ ഒരു സമാധാനമായി. മനസ്സിലായിണ്ടാ? അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എല്ലാവരും ഇപ്പോൾ നല്ല മൂഡിലല്ലേ? നല്ല മൂഡിലായിരിക്കുക. എല്ലാവരെയും ഡെപ്പോസിറ്റൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണേ. എല്ലാവർക്കും നല്ല ഡെപ്പോസിറ്റ് ഉണ്ടാവും അല്ലേ? ഇപ്പം ചാക്യാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാക്യാരുടെ കയ്യിൽ ഒന്നുമില്ലേ? മറ്റു ചോദിച്ചൊരു സമാധാനം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.